ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് സെക്കൻഡ് പാർട്ടിൻ്റെ ആ ദിവസത്തെ രാത്രി മുതലാണ് ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അല്ലിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇവനെ വന്ന് തൊട്ടിട്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് പോവും. അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ദിവസം ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ട് ഫുക്കറ്റ് മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങാമെന്നുള്ള പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. പോണ്ടിച്ചേരിത്തെ ഫ്രഞ്ച് കോളനി പോലെ ഒരു സ്ട്രീറ്റിൽ പോയി നിറയെ ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ യാത്ര. ഇതാണ് കേട്ടോ ആ സ്ട്രീറ്റ്. പക്ക എനിക്ക് ശരിക്കും പോണ്ടിച്ചേരി പോയപ്പോൾ ഫ്രഞ്ച് കോളനിയിൽ എങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് സെയിം സ്ട്രീറ്റ് പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നിറയെ ഫോട്ടോ എടുക്കാൻ പറ്റിയ രീതിയിലുള്ള കുറേ വാളുകൾ ഉണ്ടായിരുന്നു അവിടെ. ഒരുപാട് പേര് അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ സൺഡേ മാർക്കറ്റ് എപ്പോഴും ഉണ്ടാവലുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് വ്ളോഗ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു അത് ഈ സ്ഥലത്ത് കൂടെ ആയിരുന്നു ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് അവിടെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം അവിടെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ടേസ്റ്റ് തന്നെ ഡിഫറെൻ്റ് ആയതിനും ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നോക്കി കയറിയതാണ് ഒരു നേരെങ്കിലും നേരെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഫ്രൈഡ് റൈസും പിന്നെ പൊറോട്ടയും നാനും അതിന് വേണ്ട ചിക്കൻ കറി അങ്ങനെ എല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയൊരു സൂപ്പർ മാർക്കറ്റൊക്കെയാണ്. അത്യാവശ്യം ഷോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, നാട്ടിലേക്കാർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ ഒരു അത്യാവശ്യം എല്ലാം കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത് കേട്ടോ. വളരെ വലിയൊരു മാർക്കറ്റ് മീൻസ് സൂപ്പർ മാർക്കറ്റാണ്. കുറേ നടക്കാനുണ്ട്. ഞങ്ങൾ ഇത് കവർ ചെയ്തിട്ടേ ഇല്ല. അവിടെയും ഇവിടെയും കുറേ സാധനങ്ങൾ. അപ്പോൾ ഒരു റോയിൽ ഇങ്ങനെ പോയിട്ട് അടുത്തത് എവിടെയാണോ എത്തുന്നത് അവിടെ നിന്ന് ഒരു സാധനം എടുക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ഈ മാർക്കറ്റ് ഞങ്ങൾക്ക് മുഴുവൻ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വിഘ്നേഷ് ചേട്ടൻ്റെ ചേച്ചിയുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സും പിന്നെ ഞാൻ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഒരു ബാഗുമാണ് മെയിനായിട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചോക്ലേറ്റിൻ്റെ കവർ കാണുന്ന സമയത്ത് എനിക്കൊരു സ്റ്റോറി പറയാനുണ്ട്. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണുന്ന 2 പാക്കറ്റ് വിഘ്നേഷ് ചേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ കാണുന്ന ഓറഞ്ചും മാംഗോ ഫ്ലേവറും. ഓറഞ്ച് കളറാന്നേ ഉള്ളൂ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡുറിയൻ എന്ന് പറഞ്ഞിട്ട് തായ്ലൻഡിൽ കിട്ടുന്നൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അത് കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്നാണ് തായ്ലൻഡിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ശരി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയൊരു ചോക്ലേറ്റ് ആയിരുന്നു അത്. ഞങ്ങൾ നാട്ടിൽ എത്തിയിട്ടാണ് അത് വാങ്ങിയത്. പക്ഷേ ഒരാൾക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ടോണിക്കിൻ്റെ ടേസ്റ്റ് ആയിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. ഞാൻ ഓഫീസിൽ കൊടുത്തിട്ട് എല്ലാവരും കളിയൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ പച്ച കളറിൽ തലയിൽ തേക്കുന്ന സാധനം, തലയിൽ തേക്കുന്നതല്ല, അത് നമുക്ക് ജലദോഷം വരുമ്പോഴോ അല്ലെങ്കിൽ തലവേദന വരുമ്പോഴോ മണക്കാണ് വേണ്ടത്, ഉടനടി മാറുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഞങ്ങളൊരു 4-5 എടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിലെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു ഫ്രീ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തരുന്നൊരു കവറാണ് കേട്ടോ. അത് മഞ്ഞ കളറിൻ്റെ കവറും ചെറിയൊരു പേസ്റ്റും. ഇഷ്ടംപോലെ ഗേൾസിനുള്ള ആക്സസറികളുണ്ട്. ഹെയർ ബാൻഡും തലയിലിടുന്ന ബൺസും കുറേ മേക്കപ്പ് ഐറ്റംസും ഇഷ്ടംപോലെ. ഇതാ ഞാൻ ആ ഒരു ഐ ഷാഡോ പാലറ്റ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ ഡ്രിങ്ക്സും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതായത് ആ മാർക്കറ്റിൽ കിട്ടാക ഒന്നുമില്ല, അത്രയ്ക്കും സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കുറേ സാധനങ്ങൾ ആദ്യമായിട്ട് കാണണം. ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളതിന് അപ്പോഴാണ് അറിയുന്നത്. ക്രീമിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതിലൊരു ക്രീമും പിന്നെ ഒരു ബോഡി ലോഷനും എടുത്തിട്ടുണ്ടായിരുന്നു. സ്മെല്ല് അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ സംഭവം അത്ര മോയ്സ്ചറൈസിങ് അല്ല, പക്ഷേ അതിൻ്റെ സ്മെല്ലും പിന്നെ ഈ പറയുന്ന പോലെ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു സ്മൂത്തിനെസ് ഒക്കെ നല്ലതാണ്. അന്ന് പകൽ മൊത്തം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തിട്ട്
അല്ല, രാവിലെ ഞങ്ങൾ ആ സ്ട്രീറ്റിൽ പോയി. അവിടുന്ന് പക്ഷേ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ നേരെ ഫുക്കറ്റ് മാർക്കറ്റിലേക്കാണ് വന്നത്. ഞങ്ങൾ സ്പാ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു എല്ലാവരും കൂടിയിട്ട്. എനിക്ക് ശരിക്കും തന്നെ ഫുൾ ബോഡി മസാജ് ചെയ്യണം എന്നായിരുന്നു. പക്ഷെ അതിനുള്ള സമയവും കുട്ടികളും കൂടെ ഉള്ള കാരണം നടക്കാത്തത് കാരണം ഞങ്ങളെല്ലാവരും ജസ്റ്റ് ഫുഡ് മസാജ് മാത്രം എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ കയറിയ സ്പാ സെൻറ്റർ എന്ന് പറയുന്നത്. അവിടെ സ്ട്രീറ്റിലൊക്കെ ഇഷ്ടംപോലെ പെൺകുട്ടികൾ ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ലോക്കലായിട്ട്. പക്ഷേ ഞങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡുള്ളൊരു സ്ഥലം നോക്കിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആദ്യം അവർ ഞങ്ങളെ ഉള്ളിലേക്ക് വെൽക്കം ചെയ്തിട്ട് ഇങ്ങനെ കാല് കഴുകുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് കാല് കഴുകി തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളെ എല്ലാവരെയും അവർ ഈ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ നിരയായിട്ട് കടന്നു. അവിടെ അപ്പുറത്തെ സൈഡിലും ആൾക്കാരുണ്ടായിരുന്നു. ഈ ഒരു സൈഡ് മൊത്തം ഞങ്ങൾ 6 പേര് കടന്നു. കുട്ടികൾ ഞങ്ങളുടെ മേലുള്ള കാരണം അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനന്ന് ജീൻസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുഴുവനായിട്ട് മുട്ടിൻ്റെ അത്രയ്ക്ക് കയറ്റാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർ നമുക്ക് മുട്ടിൻ്റെ അവിടുന്ന് ഫുള്ള് ചെയ്ത് തരുമായിരുന്നു. ആദ്യം ഒരു എണ്ണ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം മസാജ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കോല് ഉപയോഗിച്ചിട്ട് കുറേ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ അടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. നല്ലൊരു സുഖമായിരുന്നു കേട്ടോ. ചെയ്യുമ്പോഴൊരു സുഖം മാത്രം തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ചെയ്യുമ്പോൾ നല്ല സുഖമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ചിലർ നന്നായിട്ട് ചെയ്യുന്നവരുണ്ടാവും, ചിലർ ജസ്റ്റ് വെറുതെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ടാവും. എനിക്ക് കിട്ടിയത് വലിയ കുഴപ്പമില്ലാത്തൊരു ചേച്ചിയായിരുന്നു. പിന്നെ അവിടെയുള്ള ഇഷ്ടപ്പെട്ട എനിക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ആണുങ്ങളും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുമാണ് കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ സിങ്കിനെ മെല്ലെ വിഘ്നേഷ് ചേട്ടൻ്റെ അടുത്ത് കൊടുത്തു. കാരണം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവരിതാ ഇങ്ങനെ കാലൊക്കെ നല്ലോണം നമ്മുടെ ആ എല്ലൊക്കെ ഇങ്ങനെ പൊട്ടിച്ചേരുന്നുണ്ടായിരുന്നു. കൈയും നെക്കും ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കും ദൃശ്യക്കും ഞങ്ങൾക്ക് ഫുൾ ബോഡി മസാജ് അല്ലെങ്കിൽ ഹെഡ് സ്പാ, മുടി എല്ലാം ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയപരിമിതി ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളെ വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടി ചെയ്യുന്നത് നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ തൽക്കാലം ഇതിൽ സാറ്റിസ്ഫൈഡ് ആവുമായിരുന്നു. നെക്ക് ശരിക്കും നമുക്ക് എന്താ പറയുക ഭയങ്കര സൂത്തിങ് ആൻഡ് റിലാക്സിങ് ആയിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി നെക്ക് പെയിൻ ഉള്ളതാണ് ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് അവർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സുഖമായിരിക്കും. നമ്മൾ ഈ ലോക്കൽ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ തന്നെ അവർ നമുക്ക് നമ്മൾ സ്പാ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഈ മസാജിങ് ഇൻക്ലൂഡഡ് ആണ്, നെക്ക് ടു ഹിപ്പ് വരേക്കും. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സുഖമായിരിക്കും. അപ്പോൾ ഇത് അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് തരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നല്ലൊരു എന്താ പറയുക നമ്മൾ ഭയങ്കരമായിട്ട് ഇത് കുറേ നേരം ഉണ്ടെങ്കിലോ എന്ന് തോന്നിപ്പോകും നമുക്ക്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി വരുമ്പോൾ സിംഗിത അവിടുത്തെ ആൾക്കാരായിട്ട് കമ്പനിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴ, ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അവിടെ തായ്ലൻഡിൽ ലോക്കൽ ടാക്സി പോലെ ഓടുന്നൊരു ടുക് ടുക് എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്. നല്ല കളർഫുള്ളായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ ഉള്ളൊരു വണ്ടിയായിരുന്നു. ഞങ്ങൾ ഒരു തവണയെങ്കിലും ഞങ്ങൾക്ക് അതിൽ കയറണം എന്നുണ്ടായിട്ട് മഴയാണെങ്കിലും കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ടുക് ടുക്കിൽ കയറി. നല്ല ചാർജാണ്, പക്ഷേ ഞങ്ങൾ അതൊന്നും നോക്കിയില്ല. എക്സ്പീരിയൻസ് ആണല്ലോ. പുറത്ത് ഇതേപോലെ ഓപ്പൺ ആണ് ബാക്ക് സൈഡിൽ. നമ്മുടെ ജീപ്പ് പോലെയൊക്കെയാണ് സംഭവം. ബാക്ക് സൈഡിലാണ് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ 2 സൈഡിലും, ഇറങ്ങാനുള്ള സൈഡ് ഓപ്പൺ അങ്ങനെ. Happy anniversary to you. Happy anniversary dear Adil and Vignu. Happy anniversary to you. Okay. അടുത്ത ആനിവേഴ്സറി നമ്മൾ സ്വിറ്റ്സർലൻഡിൽ ആഗ്രഹം പറയാലോ.
ആനിവേഴ്സറിയുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം നമുക്ക് ബീച്ചിലേക്ക് പോയാലോ എന്ന്. വിഘ്നേഷ് ചേട്ടനായിരുന്നു പറഞ്ഞത് നമുക്ക് ബീച്ചിലേക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അജീഷ് ചേട്ടനെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. ഞാനും ദക്ഷുടിനും വിഘ്നേഷ് ചേട്ടനും അജീഷ് ചേട്ടനും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. തണുപ്പ് കാര്യമായിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ അങ്ങനെ നിൽക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിലും ഈ രാത്രി നേരത്ത് ബീച്ചിൽ നിൽക്കുമ്പോൾ ആ തിരയൊക്കെ ഇങ്ങനെ വരുമ്പോൾ നല്ല അടിപൊളി ഫീലിംഗ് ആയിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങളിതാ പോവുകയാണ് AP റെസിഡൻസിയിൽ നിന്ന്. രാവിലെ ഞങ്ങളൊരു ബഹളം തന്നെയായിരുന്നു. കാരണം 3 ഫാമിലിയും പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് സമയമൊന്ന് വൈകി. അപ്പോൾ അജീഷേട്ടൻ വെച്ച് പിടിക്കുകയായിരുന്നു എയർപോർട്ടിലേക്ക് ഉണ്ടായിരുന്നത്. ഇവിടുന്ന് കൃഷ്ണദാസേട്ടൻ സൗദിയിലേക്കും ഞങ്ങളെല്ലാവരും നാട്ടിലേക്കുമാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ട് ബാംഗ്ലൂർക്കാണ് ടിക്കറ്റ് എടുത്തത്. പിന്നെ അവർ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് അങ്ങനെയായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു സങ്കട സീൻ തന്നെയായിരുന്നു എന്ന് വിഘ്നേഷ് ചേട്ടൻ പറയുമായിരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഈ 30 വയസ്സ് വരെയും അച്ഛനിങ്ങനെ പോകുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും ഈ ഒരു ഇത് കാണുന്നത് കാരണം എനിക്ക് ആ ഫീൽ എന്താണെന്നുള്ള കറക്റ്റായിട്ട് അറിയുന്നുണ്ടായിരുന്നു. എന്ത് സീറ്റോ പറഞ്ഞു ആദ്യമേ നമ്മുടെ കാര്യം പറഞ്ഞു. കുട്ടിക്ക് 1 വയസ്സൊക്കെ ആയിട്ട് ദൃശ്യ സൗദിയിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ പിന്നെ ഈ ഒരു യാത്ര പറയലിൻ്റെ ആവശ്യം വരില്ല പിന്നീട്. ഈ ഒരു സീന് കൃഷ്ണാസേട്ടൻ കുട്ടിക്ക് വേണ്ടിയിട്ട് സൗദിയിൽ നിന്ന് സെബാമെഡിൻ്റെയും എന്തൊക്കെയോ ലോഷനൊക്കെ കൊണ്ടുവന്നായിരുന്നു. പക്ഷേ അതെല്ലാം 100 മില്ലിയുടെ കൂടുതലുള്ള കാരണം അവളത് ഹാൻഡ് ലഗേജിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. 100 മില്ലിയുടെ കൂടുതലാണെങ്കിൽ നമ്മുടെ മറ്റേ ലഗേജിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരത് അവിടെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിച്ച് കളയുകയാണ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ 100 മില്ലിയുടെ ബോട്ടിൽ വാങ്ങിയിട്ട് അതിലാക്കാം. പക്ഷേ അതിന് തന്നെ നല്ലൊരു ചാർജാണ്, നല്ല റേറ്റാണ് അവിടെ ഷോപ്പിലൊക്കെ. അപ്പം നമ്മൾ അത് ചെയ്തില്ല അവൾ. അപ്പം അതിൻ്റെ സങ്കടത്തിലായിരുന്നു അവൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ബാംഗ്ലൂർ എത്താറാവുമ്പോഴുള്ളൊരു സീനാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളും വേറൊരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അത് നല്ലൊരു വ്യൂ ആയിരുന്നു. ഇഷ്ടംപോലെ വീടുകളും മഞ്ഞ ടാങ്കുകൾ അല്ലെങ്കിൽ നീല ടാങ്കുകൾ. അപ്പോൾ ഈ ഇത്രയും മുകളിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇത്ര വാസ്റ്റാന്നുള്ളത് നമുക്ക് അപ്പോഴാണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. പോകെ കുറച്ചും കൂടെ അടുത്തെത്തുന്നവർ നമുക്ക് ബിൽഡിങ്ങുകളൊക്കെ നല്ല അടുത്തുനിന്ന് കാണാൻ പറ്റുന്നൊരു വ്യൂ ആയിരുന്നു. ഇതിപ്പോൾ ലാൻഡ് ചെയ്യുകയാണ്. അപ്പോഴാണ് നമുക്ക് ബിൽഡിംഗ് കണ്ടത്. നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റുന്ന പോലെ ഇതായിരുന്നു ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു കേട്ടോ. അത് തായ്ലൻഡിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിലും ശരി വരുമ്പോഴാണെങ്കിലും ശരി എനിക്കും കുട്ടിക്കും അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ചെവി അടയ്ക്കുന്ന ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഞങ്ങൾ ബാംഗ്ലൂർ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്കും അവർക്ക് വേറെ ഫ്ലൈറ്റ് ആയിരുന്നു കൊച്ചിയിലേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ഒരു 3 മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു. ഒന്നും വാങ്ങിയില്ലെങ്കിലും അവിടെയുള്ള വെറൈറ്റി ഓഫ് ചോക്ലേറ്റുകളൊക്കെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വിറ്റ്സർലാൻഡിലത്തെ ചോക്ലേറ്റ്സും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലെ അവിടെ കിട്ടുന്ന ചോക്ലേറ്റുകളൊക്കെ ആയിരുന്നു അധികം ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബാഗേജൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എക്സിറ്റ് ആവാൻ നോക്കുകയായിരുന്നു.
ഇവിടുന്ന് അവർ കൊച്ചി ഫ്ലൈറ്റിലേക്കുള്ള ടെർമിനലിലേക്കും ഞങ്ങൾ എക്സിറ്റ് അടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടായിരുന്നു, പക്ഷേ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല വിശപ്പായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബർഗർ കഴിച്ചിട്ട് അവിടെ തന്നെ ഊബർ ടാക്സിയിലെല്ലാം ഉള്ള കാരണം ഞങ്ങളൊരു ഊബർ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോവുമായിരുന്നു. അങ്ങനെ ഇതോടെ തായ്ലൻഡ് യാത്രയുടെ വ്ളോഗ് അവസാനിച്ചു. എല്ലാവർക്കും